നിങ്ങളുടെ കുടുംബത്തിൽ ദൈവത്തെ അപമാനിച്ച് നടന്ന ഏതെങ്കിലും ജനറേഷൻ ഉണ്ടോ? നിങ്ങളുടെ പിതാക്കന്മാർ ബൈബിൾ എടുത്തവരാണോ? നിങ്ങളുടെ പിതാക്കന്മാർ ദൈവത്തിന് ആരാധന കൊടുത്തവരാണോ? അങ്ങനെയുള്ള ജനറേഷനാണോ നിങ്ങൾ? അതോ അശുദ്ധരിൽ കടന്നതിൽ നിന്ന് നിങ്ങളെ വിളിച്ച് നിങ്ങളിൽ അഭിഷേകം വെച്ച് നിങ്ങൾക്ക് പ്രാർത്ഥന ചെയ്തതിനും തന്ന് നിങ്ങൾക്ക് ഉപവാസം തന്ന് ദൈവിക ദർശനങ്ങൾ തന്ന് യേശുവിന്റെ രക്ഷയ്ക്കായി നിങ്ങളെ ഒരുക്കിയത് ദൈവത്തിന്റെ കൃപയ്ക്കാണോ നിങ്ങൾ സ്ഥാനം കൊടുക്കേണ്ടത്? ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യത അല്ല, അവനൊപ്പം പറയാൻ ഒരാളുമേ ഇല്ല, അവനെപ്പോ ആരാധ്യൻ ഇല്ല. അറിയണമേ, ദൈവത്തിന്റെ ശബ്ദം കേട്ടിറങ്ങി തിരിച്ച ആമോസിനെ സംരക്ഷിക്കാൻ ദൈവത്തിന് അറിയാൻ പറ്റി. ആമോസിനെ ബ്ലോക്ക് ചെയ്ത അമാസിയ ഉപയോഗശൂന്യമായി മാറി. ഏതെങ്കിലുമൊക്കെ വ്യക്തികളുടെ വാക്ക് കേട്ട് ശാപഗ്രസ്തമാക്കുന്ന അമാസിയയുടെ അകത്ത് കയറിയ പൈശാചിക സ്പിരിറ്റാണ് നിന്നെയോ നിന്റെ ജനറേഷനെയോ കെട്ടുന്നതെങ്കിൽ ആമോസിന്റെ പക്ഷത്ത് നിന്ന് ദൈവത്തിന് വേണ്ടി സംസാരിക്കാൻ ഈ ചെയറിലിരിക്കുന്നവരെ ദൈവം വിളിക്കുവാണ്. ഇന്നലെ വരെ നീ അമാസിയയുടെ ക്യാരക്ടർ ആണെങ്കിൽ ഇന്നു മുതൽ ആമോസിന്റെ ക്യാരക്ടർ ആകണം. ഞാൻ പ്രവാചകനുമല്ല, പ്രവാചക പുത്രനുമല്ല. ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ്, അടുക്കള പണി ചെയ്തുകൊണ്ടിരുന്ന എന്നെയാണ് ദർശനവര പ്രാപ്തിയാക്കിയത്. ഇതാ സർവീസിലിരുന്ന എന്നെയാണ് ദർശനവര പ്രാപ്തനാക്കിയത്. ഇതാ ഭൗതിക ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ദൈവത്തിന്റെ ഒരു വിളി കടന്നു വന്ന് എന്നെ പ്രവാചകനാക്കിയത്. പഠിച്ചുകൊണ്ടിരുന്ന എന്നെയാണ് തെരഞ്ഞെടുത്ത് ഒരു പ്രവാചകനാക്കിയത്. എലീഷ പറയും, ആ കാളയുടെ പുറകിൽ നടന്ന് എന്നെയാണ് വിളിച്ച് ഇതാ ഇരട്ടി പങ്കുള്ള അഭിഷേകം നൽകി. അവനാർക്കും അവന്റെ ശബ്ദമായി നീ മാറിയ ശബ്ദമായി മാറിയ ദൈവത്തിന്റെ ശബ്ദമായി നിങ്ങൾ മാറാൻ തീരുമാനമെടുത്തുകൊണ്ട് ദൈവത്തിന് വർഷിപ്പിക്കേ. ദൈവത്തിന്റെ ശബ്ദമായി മാറാൻ തീരുമാനമെടുക്കാൻ ദൈവമേ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വർഷിപ്പിക്കേ. എപ്പോഴെങ്കിലും നിങ്ങൾ ഭൗതികതയിൽ നിന്ന് വിട്ട് ദൈവപക്ഷത്തേക്ക് വാ. അങ്ങനെ സാത്താൻ അഴിയട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറ്റവും നമ്മൾ ആദ്യം നമ്മുടെ വീട്ടിൽ നിന്ന് അടിക്കേണ്ടത് ഈ മരണത്തിൻ്റെ കെട്ടിനെയാണ്. മരണത്തിൻ്റെ കെട്ടിനെ അഴിക്കണം. സ്തോത്രം. ഒരു ദേവദാസൻ ഇങ്ങനെ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഒരു മകന് ഒരു വിക്കുണ്ടായിരുന്നു. ആ വിക്കങ്ങ് തമ്പുരാൻ മാറ്റിയപ്പോൾ രണ്ടാമത് വരുന്ന കുഞ്ഞുങ്ങൾ, മൊത്തം 3 കുഞ്ഞുങ്ങളുണ്ട്, ബാക്കി 2 കുഞ്ഞുങ്ങൾക്കൊന്നും വലിയ കാര്യമില്ല ദൈവത്തോട്. എന്നാൽ ആദ്യം ഈ വിക്ക് മാറിയവൻ പോയി ബൈബിൾ വായിക്കും, അവൻ പ്രാർത്ഥിക്കും. മറ്റുള്ളവർ അത്ര വരുന്നില്ല. ഇപ്പോൾ അങ്ങനെയല്ല, 3 പേരും ഒരുപോലെയാണ്. കാരണം എന്താ? ഈ അപ്പൻ 2 സംഭവം കൊടുത്തു. പിള്ളേരെ എന്ത് കാര്യത്തിനും അപ്പൻ്റെ അടുക്കൽ വന്ന് നിൽക്കും. നോക്കിയപ്പോൾ ദൈവവുമായി കണക്ഷൻ ഇല്ല. ബൈബിൾ വായിക്കാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കുഞ്ഞുങ്ങൾ കേട്ടില്ല. ബൈബിൾ വായിക്കണമെന്ന് പറഞ്ഞു, കേട്ടില്ല. താലോലിച്ച് വളർത്തി. ബൈബിൾ വായിക്കേ, ഇല്ലാതെ നിനക്ക് തരത്തില്ല. കരയാൻ തുടങ്ങി. അപ്പൻ്റെ മനസ്സ് അലിഞ്ഞില്ല. അപ്പൻ പറഞ്ഞു, നിനക്ക് ഭക്ഷണം ഇവിടുന്ന് തരണമെങ്കിൽ ബൈബിൾ വായിച്ച് ദൈവപിതാവിനോട് പ്രാർത്ഥിക്കാതെ തരത്തില്ല. കാരണം ഈ ഭക്ഷണം ഒരുക്കിയത് ദൈവപിതാവാ. അവനെ ആരാധിക്കുന്നവർക്കാണ് അതിൻ്റെ പങ്ക് കൊടുക്കേണ്ടത്. കൊച്ചു കുഞ്ഞായിരുന്നപ്പോഴേ അവരുടെ അകത്ത് ഇട്ടുകൊടുത്തു. ഇന്ന്
ആ 3 കുഞ്ഞുങ്ങളും കർത്താവിൽ ജ്വലിക്കുന്നവരാണ്. കർത്താവിൽ ജ്വലിക്കുന്നവരാ. അവരോട് പ്രാർത്ഥിക്കാൻ പറയണ്ട, അവർക്ക് ദൈവപിതാവ് ആരാണെന്ന് അവർക്കിപ്പോൾ അറിയാം. പറഞ്ഞ മനസ്സിലായോ? നമ്മളിൽ ചിലരെ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിക്കാൻ കുഞ്ഞുങ്ങൾ വരുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് അസ്വസ്ഥതയാ. യേശുനാമം പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അസ്വസ്ഥതയാ. കുഞ്ഞുങ്ങളുടെ ചിന്ത ഏതാണ്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ കൊണ്ടുവരുന്നത് ഇപ്പോൾ ഡോക്ടറെയും നേഴ്സിനെയും കാണുന്ന പോലെ ദൈവദാസനെ കാണുന്നത്. കാരണം എന്താ? ദൈവത്തുമായി യാതൊരു കണക്ഷനുമില്ല. അപ്പോൾ ഇതിനകത്ത് എന്താണുള്ളത്? ദൈവത്തിന്റെ കണക്ഷൻ അല്ലെങ്കിൽ പിന്നെ എന്താണുള്ളത്? അതിനകത്ത് ഈ പറയുന്ന വിധത്തിലുള്ള അകാല മരണത്തിന് കാരണമാകുന്ന സ്പിരിറ്റ് വർക്കൗട്ടാകും. യേശുവിലേക്ക് അത് ഓടിയെത്തുന്നില്ലെങ്കിൽ ആ കുഞ്ഞിന്റെ വളർച്ചയിൽ മരണത്തിന്റെ നിഴലിലേ വളരത്തുള്ളൂ. അതുകൊണ്ട് മാതാപിതാക്കന്മാർ അറിയേണ്ടത്, നിങ്ങൾ മാത്രം ആരാധിച്ച പോരാ, ദൈവം നിങ്ങളുടെ ഉദരത്തിൽ വച്ചു തന്ന സമ്മാനമാണ് മക്കൾ. ഉദരഫലം ഒരു സമ്മാനമാണ്. ആ സമ്മാനത്തെയും ദൈവത്തിന് തിരിച്ചേൽപ്പിക്കാനുള്ളതാണ്. അതും ദൈവത്തിന് വർഷിപ്പ് ചെയ്യുന്നതാകണം. ഹല്ലേലൂയ. അതും ദൈവത്തിന് വർഷിപ്പ് ചെയ്യുന്നത്. ഇല്ല ബ്രദറെ, എൻ്റെ മക്കൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല. അത് ആദ്യമേ ചെയ്തില്ലെങ്കിൽ അവസാനം കെണിയാ. പക്ഷേ മാതാപിതാക്കളുടെ ശബ്ദം ദൈവസന്നിധിയിൽ എത്തട്ടെ, നിങ്ങളുടെ മക്കളെ ദൈവം കാണും. മാതാപിതാക്കളുടെ ശബ്ദം ദൈവത്തിൻ്റെ മുമ്പിൽ എത്തിയില്ലെങ്കിൽ കാണത്തില്ല. അപ്പോൾ നിങ്ങൾ ഓർത്തു നോക്ക്, ഇവിടെ ഒരു മരണത്തിൻ്റെ കെട്ടഴിക്കാൻ ദൈവം നമ്മുടെ വീട്ടിൽ വരണമെങ്കിൽ, പണ്ട് ശിവബ്രദർ എന്നോട്, ഞാനും ബ്രദറും കൂടെ യാത്ര ചെയ്തപ്പോൾ ആരോ ഒരാൾ ഫോൺ വിളിച്ചു. അന്നേരം അവർക്ക് കൊടുത്ത ഒരു ദൂത്, ഞങ്ങൾ രണ്ടും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സഹോദര, നിങ്ങളുടെ വിഷയം ഇത്ര അധികമായി നിൽക്കുന്ന ഒരു വിഷയം എന്തെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ കൊടുത്ത റിപ്ലൈ ഇതാണ്: ഇത്രയും അധികമായി നിങ്ങൾക്ക് ഇത്രയും വിഷയമുണ്ടെങ്കിലും പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? ഇല്ല ബ്രദർ, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അത് സ്വാഭാവികം, എല്ലാവരും പറയാറുള്ളതാണ്. പക്ഷേ ഇനി യേശുവിൻ്റെ ഒരു സ്വഭാവം ഞാൻ പറയട്ടെ. ഒരു കുടുംബത്തിൽ യേശു ക്രിസ്തു വരണമെങ്കിൽ അവൻ മാന്യനായ ദൈവമാണ്. അവനെ വിളിച്ചല്ലാതെ വരത്തില്ല. ആമേൻ, ഹല്ലേലൂയ. മനസ്സിലായോ? വലിഞ്ഞ് വന്ന് കയറുന്നവനല്ല നമ്മുടെ ദൈവം. സ്തോത്രം. കാരണം നിനക്ക് വേണ്ടി രക്ഷ ഒരുക്കി കാൽവരിയിൽ ഇരിക്കുക, കാത്തിരിക്കുക. എപ്പം നീ ദൈവത്തെ യേശുവേ എന്നോട് കരുണയുണ്ടാകണം എന്ന് വിളിക്കുമോ, അപ്പോഴേ നിന്നിലേക്ക് കരുണ തുഞ്ഞു വരത്തുള്ളൂ. അന്നേരം അതാണ് ഒരപ്പൻ മലമുകളിൽ നിന്ന് യേശു ഇറങ്ങി വന്നപ്പോൾ ഒരപ്പൻ താഴെ നിന്നിട്ട് പറഞ്ഞു, ഗുരു, എൻ്റെ മകനിലൊന്ന് കനിയ്. ഒരു മകനെ ഭൂതം കെട്ടിയപ്പോൾ ആ മകന് വേണ്ടി സംസാരിക്കാൻ നാവുയർത്തിയതൊരു അപ്പനാ. ഞാൻ പറഞ്ഞു, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ കുടുംബത്തിലെ മക്കൾ ദൈവത്തെ ആരാധിക്കാത്തവരാണെങ്കിൽ മാതാപിതാക്കന്മാരുടെ ശബ്ദം യേശുവിൻ്റെ കാതിലെത്തിയാൽ നിന്റെ മകന് വിടുതൽ തന്നെയാണ്. മലയിൽ നിന്ന് ഇറങ്ങി വന്ന യേശുവിൻ്റെ അടുക്കൽ ഒരപ്പൻ വന്ന് സ്വന്തം മകന് വേണ്ടി കരയുമ്പോ കേൾക്കാതെ പോകുന്ന ഒരു ദൈവത്തെ കണ്ടില്ല, അവിടെ അത്ഭുതം ചെയ്ത ദൈവത്തെ കണ്ടുള്ളൂ. എന്തിനാണ്? മരണത്തിന്റെ കെട്ടഴിഞ്ഞേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ കുഞ്ഞിനെ സാത്താൻ കൊന്നുകളയും. അവനെ തീയിലും വെള്ളത്തിലും ഇട്ട് കൊല്ലാൻ കണക്കിനാണ് ഒരു ഭൂതം വന്നിട്ടുള്ളത്. കൊച്ചു പയ്യൻ അകാല മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി കടന്നു വന്നൊരു ദൈവമുണ്ട്. നിന്റെ വീട്ടിൽ നിന്ന് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ്. എത്ര പേർക്ക് അത് ഏറ്റെടുക്കാൻ പറ്റുമോ? ഓ ശബ്ദരാധിയാന, ഹല്ലേലൂയ. യേശുവിന്റെ ശക്തി ഇറങ്ങട്ടെ, യേശുവിന്റെ ശക്തി ഇറങ്ങട്ടെ, യേശുവിന്റെ ശക്തി ഇറങ്ങട്ടെ. ഒരമ്മയുടെ കണ്ണുനീര് കാണുന്നുണ്ട്. വീട്ടിൽ മദ്യം കൊണ്ടുവച്ച്, ആദ്യം അമ്മ കണ്ടാലും കുഴപ്പമില്ല, ഇപ്പം മദ്യം കൊണ്ടുവച്ച് അമ്മയുടെ മുമ്പിൽ തന്നെ ഇരുന്ന് കുടിക്കാൻ മടിക്കാത്ത ഒരു കുടുംബം. അതിൻ്റെ പ്രാർത്ഥന ദൈവം കാണുന്നുണ്ട്. ഈ ഒരു അവസ്ഥ കാണുന്നുണ്ട്. മരണത്തിൻ്റെ കെട്ട് അങ്ങനെയുള്ള ഈ കുടുംബത്തിൽ നിന്ന് അഴിച്ച് കളഞ്ഞ് പ്രാർത്ഥിക്കുക. അവനെ വഴക്ക് പറയുന്നതിനേക്കാൾ ഉപരം സാത്താനെ ശാസിക്കുകയും നിങ്ങളുടെ വർഷിപ്പ്, നിങ്ങളുടെ ശബ്ദം, നിങ്ങളുടെ മകൻ്റെ വിഷയം, പേര് സ്വർഗത്തിലെത്തപ്പെടുന്നത് വരെ വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യണം. നിങ്ങളുടെ കുഞ്ഞിനെ വിടുവിക്കാൻ ദൈവത്തിന് സാധിക്കും. ഏത് തിന്മയുടെ കെട്ടാണോ അവനെ കെട്ടിയിട്ടുള്ളത്, ഒരപ്പന്റെയോ അമ്മയുടെയോ പ്രാർത്ഥന മുകളിലെത്തിയാൽ പെട്ടെന്ന് തന്നെ അവനെ വിടുവിക്കുന്നത് കാണാൻ പറ്റും. പക്ഷേ എലീശ പ്രവാചകന്റെ അടുക്കൽ വന്ന ബാലന്മാർക്ക് മാത്രം പറ്റിയില്ല. കാരണം എന്താ? ദൈവത്തെ പട്ടണവാസികൾക്ക് വേണ്ട. അവർക്കൊന്നും ദൈവത്തെ വേണ്ട, അവർക്കൊന്നും പ്രവചന ശബ്ദം വേണ്ട. പ്രവചന ശബ്ദം വേണ്ടാത്തവന് ആ ശിക്ഷാവിധി ഉണ്ടായി. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ സ്തുതിക്കാം, ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളെ ആരാധിക്കുന്ന കർത്താവേ,
കർത്താവേ, അകാല മരണങ്ങൾ എടുത്ത് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. യേശുവേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. യേശുവേ, ഞങ്ങളുടെ മേലോട് കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. യേശുവേ, ആരാധിക്കുന്നു, സ്തുതിക്കുന്നപ്പ. ഹല്ലേലൂയ. ശാപത്തിൻ്റെ അടുത്ത ഒരു സംഭവമാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഞാൻ ഈ അകാല മരണം എന്ന് പറഞ്ഞൊരു സംഭവത്തെ അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. മരണചിന്ത അല്ലെങ്കിൽ മരണമോഹം ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ, നിങ്ങളുടെ ബോഡിയിൽ വന്നാൽ, പെട്ടെന്ന് ഏതെങ്കിലും ഒരു ദൈവദാസനെ വിളിച്ച്, ഇനി ഒരു ദൈവദാസനെയും കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ ഇടവക വികാരി, നിങ്ങളുടെ സഭാ ലീഡർ ആരാണോ അവരുടെ അടുക്കലെങ്കിലും പോയി തലയ്ക്ക് പിടിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഓരോ ദൈവദാസനെയും കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ സഭാ ലീഡറിൻ്റെ അടുക്കൽ പോയി തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിക്കണം. ഇല്ലെങ്കിൽ അടുത്ത സമയം സാത്താൻ വിജയിക്കും, അവൻ അതിൻ്റെ പദ്ധതി ഒരുക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ ഈ അകാല മരണം എന്ന് പറഞ്ഞൊരു സംഭവം, ആയിരക്കണക്കിന് കാര്യങ്ങളുണ്ട് കേട്ടോ. ഈ ഒരു ശാപഗ്രസ്തമായി വന്ന് അകാല മരണത്തിൽ പെട്ടുപോകുന്ന ആയിരക്കണക്കിന് സംഭവങ്ങൾ ജീസസ് വിഷൻ കണ്ടിട്ടുള്ളതാണ്. ജീസസ് വിഷൻ അതിൽ നിന്ന് അടുത്ത ജനറേഷനെ രക്ഷിച്ചിട്ടുള്ളതാണ്. ഒരെണ്ണം സംഭവിക്കും, കാരണം അവർ യേശുവിനെ അറിയാതെ നടക്കുന്നതുകൊണ്ടാണ്. പക്ഷേ ഈ മരണത്തിൽ പെട്ടുപോകാതെ വിജയിപ്പിക്കാൻ, ഇന്നുവരെ അകാല മരണത്തിൽ നമ്മുടെ കുടുംബം പോയിട്ടില്ലെങ്കിൽ ഇവിടെ ജീവനൊട്ടിക്കുന്ന നിങ്ങൾ ഒരാൾ വഴി ആ കെട്ടഴിക്കാൻ കർത്താവായ യേശുവിന് പറ്റും. ആമേൻ. ഹല്ലേലൂയ. എന്നിട്ട് ആ ഫോൺ ചെയ്ത വ്യക്തിയോട് പറഞ്ഞത്, ഒന്നുകിൽ ഉപവാസം എടുക്കുന്നവർ, സഭയുടെ ഉപവാസമാണെങ്കിലും സഭയ്ക്ക് വേണ്ടി എടുക്കാതെ ദൈവ ഇഷ്ടത്തിന് വേണ്ടി എടുക്കുന്നവർ ഉണ്ടാകണം, അല്ലെങ്കിൽ ഭയങ്കരമായ വർഷിപ്പ് ചെയ്യുന്ന ഒരാളെങ്കിലും ഉണ്ടാകണം, അല്ലെങ്കിൽ വചനം കേൾക്കാനും വചനം ജീവിക്കാനും ആഗ്രഹമുള്ള ഒരാളെങ്കിലും ഉണ്ടാകണം. ഇത്രയും ഇതിലേതെങ്കിലും ഒരെണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ ആ കുടുംബത്തെ സന്ദർശിക്കാൻ ദൈവം വരും. അന്നേരം അവർ പറഞ്ഞു, ഞങ്ങൾ നൊവേനകൾ മാറാതെ മുടങ്ങാതെ ചൊല്ലുന്നവരാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ബ്രദർ പറഞ്ഞു കേട്ടു, നൊവേന ദൈവത്തോടാണോ മനുഷ്യരോടാണോ നടത്തുന്നത്? അന്നേരം പറഞ്ഞു വിശുദ്ധരോടാണ്. ഓക്കെ, വിശുദ്ധർ മനുഷ്യരാണോ ദൈവമാണോ? അന്നേരം അവർ മിണ്ടുന്നില്ല. അന്നേരം പറഞ്ഞു, ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഈ നൊവേന ഇത്രയും മനുഷ്യരോട് നിങ്ങൾ ചൊല്ലിയിട്ടും നിങ്ങൾക്ക് എന്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല? അപ്പോൾ ഈ വിശുദ്ധർക്ക് ശക്തിയില്ലേ? തിരിച്ചു ചോദിച്ചു, ഇത്രയും നിങ്ങൾ പ്രാർത്ഥിച്ചില്ലേ, എന്നിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് സമാധാനം ഉണ്ടാകുന്നില്ല? നിങ്ങളത് ചിന്തിക്കാത്തെന്താ? അന്നേരം അവർ പിന്നൊന്നും മിണ്ടുന്നില്ല. അപ്പം ചോദിക്കുന്നത്, അപ്പോൾ ബ്രദർ എന്താ ചെയ്യേണ്ടത്? യേശുവാണ് ദൈവം, യേശുവാണ് ദൈവം, അവൻ വന്നാലേ വിടുതലുള്ളൂ. ഹല്ലേലൂയ. പത്രോസ് മാത്രമല്ല വീട്ടിൽ പോയത്, പത്രോസിനെയും കൂടെയാണ് യേശു കൊണ്ടുപോയത്. എന്തിനാണ്? ചെയ്യുന്ന പ്രവൃത്തി ദൈവപ്രവൃത്തി മനുഷ്യരായ ശിഷ്യർ കാണണം. ദൈവത്തിന്റെ പ്രവൃത്തി എന്താണ് എന്നുള്ളത് മനുഷ്യരായ ശിഷ്യർ കാണണം. ദൈവപ്രവൃത്തി എന്താണെന്നുള്ളത് അതിലേക്ക് കാണാനാണ് നമ്മളെ ദൈവം വിളിച്ചിട്ടുള്ളത്. അതിലേക്ക് പെട്ടുപോകാനല്ല, അത് കാണാൻ, അതിൽ അനുഭവിക്കാൻ, ദൈവപ്രവൃത്തിയിൽ ജീവിക്കാൻ ദൈവം വിളിച്ചിരിക്കുവാണ് നമ്മളെ. സാത്താന്റെ പ്രവൃത്തിയിൽ നിന്ന് ജയത്തോടെ എഴുന്നേൽക്കാൻ ദൈവം വിളിച്ചിട്ടുള്ളതാണ്. മകന് ജോലി കിട്ടി, മകൻ പുറത്തുപോയി, മാസാമാസം അക്കൗണ്ടിൽ പണം വരുന്നു, അതുകൊണ്ടൊന്നും കാര്യമില്ല, അതുകൊണ്ടൊന്നും മരണത്തിന്റെ ഭൂതം അഴിയത്തില്ല. അത് ദൈവം നമുക്ക് ചെയ്തൊരു ഗിഫ്റ്റാണ്. നീ മനുഷ്യന്റെ മുമ്പിൽ കൈനീട്ടാതിരിക്കാൻ വേണ്ടി തന്നതാ. പക്ഷെ മരണത്തിന്റെ കെട്ടഴിയണമെങ്കിൽ നിന്റെ നാവിൽ നിന്ന് ദൈവത്തിന്റെ സ്തുതി ഉയർന്നേ പറ്റത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഈ സ്പിരിറ്റ് അഴിയത്തില്ല. സാത്താൻ വന്നിട്ട്, ദൈവപുത്ര ഞങ്ങളോട് ഇടപെടുന്നത് എന്തിനാന്ന് ചോദിച്ചു. എന്നിട്ട് ആ ദൈവപുത്രനോട് പറഞ്ഞു, നീ എന്നെ ആരാധിക്കടാ, നിനക്കതെല്ലാം ഞാൻ തരാമെന്ന് പറഞ്ഞു. നീ എന്നെ ആരാധിക്കുക, അപ്പോൾ നിനക്കതെല്ലാം ഞാൻ തരാം. യേശു പറഞ്ഞത്, ദൈവത്തെ മാത്രമാണ് ആരാധിക്കേണ്ടത്. ദൈവത്തെ മാത്രം. ആരാധന കൊടുക്കേണ്ടത് ദൈവത്തിന് മാത്രം. ആരാധന ദൈവത്തിൽ നിന്ന് എപ്പം മാറും? സാത്താൻ നിന്നെ കീഴ്പ്പെടുത്തും. സാത്താൻ കീഴ്പ്പെടുത്തിയാൽ അക്കൗണ്ടിൽ വരുന്നതും പോകും, ആരോഗ്യത്തിൽ വരുന്നതും പോകും, മരണത്തിന്റെ ഇരുട്ട് വീഴും. അങ്ങനെ രണ്ടാമത് ഒരു കുടുംബം നശിച്ചിട്ട് രണ്ടാമത് യേശുവിൽ വരുന്നതിനേക്കാൾ നല്ലത് രോഗം വരുന്നതിന് മുമ്പ് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് പറയാറുണ്ട്, അല്ലേ? കണ്ടെത്തി ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് പറയാറുണ്ട്. നിങ്ങളിൽ പലരും പല സ്ഥലങ്ങളിൽ പോയി ദൈവവചനം കേൾക്കുന്നവരാ. ആ ദൈവവചനത്തിൻ്റെ ജീവൻ നമ്മളിൽ ഇറങ്ങണം. ഹല്ലേലൂയ. കരങ്ങളൊന്ന് ഉയർത്താമോ? അതരങ്ങൾ നിങ്ങൾ തുറക്കുക, അതരങ്ങൾ തുറന്നേ, ജനങ്ങളുടെ അതരങ്ങൾ തുറന്നേ. പിതാവേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ അപ്പാ. ഹല്ലേലൂയ. കർത്താവേ, അകാല മരണങ്ങൾ എടുത്ത്
മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. യേശുവേ ഞങ്ങളോട് കരുണയായിരിക്കണമേ അപ്പാ. യേശുവേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ അപ്പാ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പാ. ഞങ്ങളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. യേശുവേ ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നെന്നാലും കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചെന്നാലും ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂല ആയെന്നാലും യാത്ര ചെയ്യും ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം. ഈ തീരുമാനമെടുത്ത് പഠിക്കേ. യാത്ര ചെയ്യും ഇനി ശക്തിയോടെ സ്തുതിച്ചേ. അന്ത്യശ്വാസം വരെ ദൈവത്തിന് വേണ്ടി സകല മരണത്തിന്റെ കെട്ടുകളെ മഴിച്ച് ജീവന് വേണ്ടി ജീവന്റെ നാഥന്റെ ശക്തിക്കായി ദൈവ മക്കളുടെ മേലെ പവർ ഇറങ്ങുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. ശങ്കരഹാല അടുത്ത ഒരു സംഭവമാണ് അലഞ്ഞു നടക്കലും യാചക വൃത്തിയും. ശാപമുള്ള വ്യക്തിക്ക് കാണുന്നത്. അത് ഞാൻ ഒത്തിരി ഡീപ്പായിട്ട് പോകത്തില്ല. നിങ്ങൾക്കത് ഒറ്റ സംഭവത്തിലൂടെ തന്നെ ഞാനത് പറഞ്ഞുതരാൻ പറ്റും. കായൻ്റെ മേൽ ശാപം വന്നപ്പോൾ കായൻ അലഞ്ഞ് തിരിഞ്ഞ് നടന്നത് ബൈബിളിൽ അറിയാൻ പറ്റും. കായൻ കൃഷി ചെയ്ത മണ്ണ് എതിരായി ജനങ്ങൾ കായനെ കൊല്ലുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ അകാല മരണത്തിലല്ല ശാപത്തിൻ്റെ വേരൊന്നെങ്കിൽ ഇവിടെ അടുത്തത് വരുന്നത് ചിലപ്പോൾ സ്ഥിരമായി നമ്മളിൽ സമാധാനം തരാത്ത അവസ്ഥയുണ്ടാകും. സ്ഥിരമായി സമാധാനം നഷ്ടമാക്കും. സമാധാനം തരത്തില്ല. ഒരു മാസത്തിൽ ഒരാഴ്ച സമാധാനമാണെങ്കിൽ 3 ആഴ്ച നമുക്ക് സമാധാനമില്ലാത്ത സംഭവങ്ങളായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉള്ളവർ ശാപത്തിൻ്റെ സ്പിരിറ്റിനെ ശാസിച്ച് പ്രാർത്ഥിക്കണം കേട്ടോ. ഒരു മൂർഖൻ പാമ്പിനെ അടിക്കാൻ ഇത്ര നീളമുള്ള ഒരു മൂർഖൻ പാമ്പാണെങ്കിൽ ഇച്ചിരി നീളമുള്ള ഈർക്കലും കൊണ്ട് അടിക്കാൻ പോകാൻ പറ്റുമോ? വലിയ പടിയെടുക്കാനും ഈർക്കലെടുക്കാനും ഒരേ ശക്തി മതിയോ? പോരാ. പറഞ്ഞാൽ മനസ്സിലായോ? ശാപം ഈ സമാധാനം നഷ്ടമാക്കുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ ശക്തിയോടെ സ്തുതിപ്പ് കൊടുക്കണം. നിങ്ങളുടെ വർഷിപ്പിന് ശക്തി ഉണ്ടാവണം. അതല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ പാമ്പിൻ്റെ വഴിക്ക് പോകും, കൊത്തിയിട്ടങ്ങ് പോകും. അപ്പോൾ അതിന് ശക്തി വേണം. ശക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാനൊരു സംഭവം കൂടെ പറഞ്ഞുതരാം. അതായത് ഇസ്രായേൽ ജനം ഇങ്ങനെ ജോർദാൻ നദിയുടെ തീരത്ത് വന്ന് നിൽക്കുക. പുറകിൽ കേൾക്കാമല്ലോ അല്ലേ? ജോർദാൻ നദിയുടെ തീരത്ത് വന്ന് നിൽക്കുക. അങ്ങോട്ട് പോകാതെ മൊത്തം ബ്ലോക്കായി നിൽക്കുക. ക്രിസ്റ്റി മനസ്സിലാവുന്നുണ്ടോ മോനെ? മൊത്തം ബ്ലോക്കാണ്. അപ്പം മുന്നോട്ട് നോക്കിയാൽ കുത്തി ഒഴുകുന്ന ജോർദാൻ. ഇതൊന്ന് വറ്റിയാൽ അക്കരെ കിടക്കാം. അത് വറ്റത്തില്ല. ഇതുവഴിക്ക് വേറെ ആരും പോയിട്ടുമില്ല. ഫസ്റ്റ് ടൈമാണ് ഈ ഇസ്രായേൽ ജനങ്ങൾ പോകുന്നത്.
അതുവഴി ഒരു മനുഷ്യരും പോകാത്ത വഴിയാണ് ദൈവം ഇവരെ നയിക്കുന്നത്. വിശ്വാസ വീരന്മാരെ ഭൂമിയിലുള്ള ഒരു മനുഷ്യരും പോകുന്ന തരത്തിലല്ല നയിക്കുന്നത്, വേറെ വഴിയിലൂടെയാണ് ദൈവം നയിക്കുന്നത്. നിങ്ങൾ ജോഷുവയുടെ പുസ്തകം വായിച്ചാൽ അറിയാം, ഇതുവഴി നിങ്ങൾ മുന്നേ പോയിട്ടില്ലാത്തതിനാൽ വാഗ്ദാന പേടകത്തിൻ്റെ കാഹളവും വാഗ്ദാന പേടകത്തെ നോക്കി അനുഗമിക്കണം. എന്ന് വെച്ചാൽ വാഗ്ദാന പേടകം ദൈവമാണ്, ദൈവത്തെ നോക്കിയായിരിക്കണം നീ അനുഗമിക്കേണ്ടത്. കാരണം മുന്നമേ നീ ഇതിലെ പോയിട്ടില്ല, അതുകൊണ്ട് നിനക്ക് വഴി പരിചയമില്ല. ഒരു അങ്കിളുണ്ട്, ഇരിക്കട്ടെ, 45 വയസ്സേ ഉള്ളുവെങ്കിൽ 45 വർഷം വരെ ജീവിച്ചിട്ടുള്ള യാത്രയേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ആ മനുഷ്യൻ യാത്ര ചെയ്തിട്ടില്ല. നമ്മൾ നോക്കുന്നത് മക്കളെ നോക്കും, നമ്മൾ നോക്കുന്നത് ബാങ്ക് ബാലൻസിനെ നോക്കും, നമ്മൾ ഇങ്ങനെ നോക്കിപ്പോകും, പോയി മരണക്കുഴിയിൽ വീഴും, തീരും. ദൈവത്തെ നോക്കിയാണ് ഒരു വ്യക്തി യാത്ര ചെയ്യുന്നതെങ്കിൽ ഫ്രണ്ടിൽ എന്ത് വന്നാലും ദൈവത്തിന് അക്കരെ എത്തിക്കാൻ പറ്റും. അതാണ് ഇവിടുത്തെ പ്രശ്നം. നമ്മൾ മക്കളെ പഠിപ്പിച്ച് അവരെ അതാക്കി ഇതാക്കി നമ്മളെല്ലാം ചെയ്ത് നമ്മൾ പുറത്തു വിടും, എന്നിട്ട് മക്കളെ നോക്കിയിരിക്കും. ദൈവത്തെ നോക്കുമ്പോൾ ദൈവത്തെ വിളിച്ചാലും മക്കളെ നോക്കിയിരിക്കുന്നത്, അതാ താഴോട്ട് പോകുന്നത്. ദൈവത്തെ നോക്കേണ്ട സമയത്ത് അവിടെ മോശയുണ്ട്, അവിടെ ജോഷുവയുണ്ട്, അവിടെ മറ്റ് നേതാക്കന്മാരുണ്ട്. അവരോടൊക്കെ ദൈവം പറഞ്ഞത് എന്താ? വാഗ്ദാന പേടകത്തെ നോക്കണം, ചുമലിലെടുക്കുന്ന മനുഷ്യനെ നോക്കരുത്, പുരോഹിതനെ നോക്കരുത്, നോക്കേണ്ടത് വാഗ്ദാന പേടകത്തെയാണ്. അവനെ നോക്കിക്കഴിഞ്ഞാൽ നീ റൈറ്റായിട്ട് പോകാൻ പറ്റും. അങ്ങനെ ഇവരവിടെ പോയി ഇരിക്കുക. അവസാനം ദൈവം പറഞ്ഞു, ദൈവത്തിൻ്റെ മുമ്പിൽ ജോഷുവായും കൂടെ ഉള്ളവരൊക്കെ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു. നിങ്ങൾ വായിച്ചിട്ടുണ്ട്, ഞാനും എൻ്റെ കുടുംബവും ഇന്നു മുതൽ യഹോവയെ മാത്രം സേവിക്കും എന്ന് പറഞ്ഞപ്പോൾ കാർമേഘം ഉയരുന്നു, പിന്നെ എഴുന്നേൽക്കാനുള്ള പരിപാടികൾ നടക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം ദൈവം പറഞ്ഞൊരു സംഭവമുണ്ട്, നിങ്ങളെ തന്നെ ആദ്യം ശുദ്ധി ചെയ്യണം. ജനങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ ശരീരത്തിൽ ഇനി മലിനത ഉണ്ടാകരുത്. വസ്ത്രങ്ങൾ അലക്കി കഴുകി കുളിച്ച് നിങ്ങളുടെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ബീജസ്രവങ്ങളോ രക്തസ്രവങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ കഴുകി ശുദ്ധിയാക്കി നിങ്ങൾ ഒരുങ്ങിയിരിക്കണം. അങ്ങനെ 3 ദിവസം നിങ്ങൾ ഒരുങ്ങിയിരിക്കുമ്പോൾ എല്ലാവരും ശുദ്ധി പ്രാപിച്ചു എന്ന് തമ്പുരാൻ കണ്ടതും കാഹള ശബ്ദത്തെ മുഴക്കാൻ ദൈവം ഓർഡർ ചെയ്തു. കാഹള ശബ്ദം മുഴങ്ങിയതും ഇതാ ഗോത്രങ്ങൾ എഴുന്നേൽക്കുന്നു. അതിനു മുമ്പേ ഇതാ കർത്താവിന്റെ പേടകത്തെ തോളിൽ വഹിച്ചുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതന്മാർ എഴുന്നേറ്റു. അങ്ങനെ ദൈവം പറഞ്ഞ വഴിയിലൂടെ മുന്നേറുമ്പോൾ ജോർദാൻ നദിയുടെ അടുക്കലെത്തി. സാധാരണ രീതിയിൽ നല്ല കുത്തി ഒഴുകിക്കൊണ്ടുപോകുന്ന ഒരു നദിയുടെ കവര എത്തിക്കഴിഞ്ഞാൽ ഒരു കമ്പെടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ആഴം നോക്കാറുണ്ട്, ഇല്ലേ? അല്ലെങ്കിൽ കാല് പതിയെ വച്ചിട്ട് ഇങ്ങനെയൊക്കെ നോക്കാറുണ്ട്, പണി കിട്ടുമോ എന്നുള്ളത്. പക്ഷേ വാഗ്ദാന പേടകം വഹിച്ച പുരോഹിതന്മാർക്ക് വടിയില്ല. അവരുടെ വടി തോളത്തിരിക്കുന്ന പേടകമാണ്. ആദ്യമേ പോയവൻ കാല് വെള്ളത്തിൽ വച്ചതും അവന്റെ കാലിനെ സപ്പോർട്ട് ചെയ്യുന്നത് ദൈവത്തിന്റെ ശക്തിയായിരുന്നു. അതായത് മരണം ഒഴുകിക്കൊണ്ടിരിക്കുക. യോർദാൻ മരണമാ. യോർദാൻ നദി മരണത്തിന്റെ നദിയാ. പല പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട്, മരണത്തിന്റെ പ്രതീകമായിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. മരണ യോർദാൻ കടക്കുമ്പോഴും അവിടെയും വിശ്വാസി ഭയപ്പെടേണ്ട, മരണത്തെ ജയിച്ചേശു കൂടെയുണ്ട് എന്ന് പറഞ്ഞ അതിനായിട്ട് നമ്മുടെ ഇതിനെ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഈ മരണത്തിന്റെ മുകളിൽ വാഗ്ദാന പേടകം വഹിച്ചവർ സംശയിച്ചില്ല, ദൈവത്തിന്റെ പേടകമാ, ദൈവത്തിന്റെ അരുളപ്പാടാ, നടക്കും. മരണത്തിന്റെ മുകളിൽ കാല് വച്ചതും ഒഴുക്കു നിന്നു. നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഒഴുക്കു നിലയ്ക്കണമെങ്കിൽ സംശയിക്കാതെ ഫ്രണ്ടിലേക്ക് നീ നടക്കണം. ഒഴുക്കു നിലയ്ക്കണമെങ്കിൽ സംശയിക്കാതെ ശാസിക്കണം. നിന്റെ വീട്ടിലുള്ള ശാപത്തിന്റെ ഒഴുക്കു നിലയ്ക്കണമെങ്കിൽ സംശയിക്കാതെ ശക്തിയോടെ ശാസിക്കണം. ആ ശക്തിയാണ് ഇവരോട് ശുദ്ധിയാകാൻ പറഞ്ഞത്. നിങ്ങൾക്ക് അക്കരെ കടക്കണമെങ്കിൽ ഒരു ശുദ്ധി വേണം. നിനക്ക് ഇതിനെ ശാസിക്കണമെങ്കിൽ ദൈവത്തിന്റെ ശക്തി വേണം. അപ്പോൾ വിശുദ്ധി പ്രാപിച്ചവൻ ശക്തിയോടെ ഈ ഡെമനെ ശാസിച്ചാൽ ഏത് പൈശാചിക കെട്ടിനെയും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയുള്ള ശക്തി ധരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാമോ നിങ്ങൾ? ശക്തി ശരീരത്തിന്റെ മേലും വിശ്വാസത്തിന്റെ മേലും ഇറങ്ങണം. ഓ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആമേൻ. അതായത് അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന അവസ്ഥയുള്ള
പ്രിയപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ജോലിയിൽ നിന്ന് അടുത്ത് ഇങ്ങനെ നമുക്ക് സ്ഥിരമായിട്ട് സമാധാനവുമില്ല, സ്ഥിരമായിട്ട് ഒരിടവും സ്വസ്ഥതയില്ല, അലഞ്ഞു തിരിഞ്ഞ് നടക്കുക, ജോലി തടസ്സം, വിവാഹ തടസ്സം, ഇങ്ങനെ എല്ലാത്തിലും ബ്ലോക്ക് വീഴുന്ന സംഭവമുണ്ട്. നിങ്ങൾ ശാപഗ്രസ്തമായ പിശാചിനെ ശാസിച്ച് പ്രാർത്ഥിക്കുക, തമ്പുരാന്റെ അത്ഭുതം കാണാൻ പറ്റും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി അടുത്ത ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കുടുംബത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിൽ പ്രശ്നങ്ങൾ കൊണ്ടുവരിക. കുടുംബത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന വിധത്തിൽ പ്രോബ്ലം ഉണ്ടാക്കുന്നത്.